ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇമ്മാനുവേൽ ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അടൂർ പ്രവർത്തിച്ചു വരുന്ന ബോധവൽക്കരണ സന്ദേശ യാത്രയും യേശു ക്രിസ്തുവിന്റെ സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളം ലഹരിയുടെ മുൻമുനയിൽ നിൽക്കുകയാണ്. അതിൽ നിന്നൊരു വ്യതിയാനം ഉണ്ടാകണം. അതിനാണ് ഞങ്ങൾ ഈ തെരുവുകളിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഇവിടുത്തെ മദ്യപിക്കുന്നവരും പുകവലിക്കുന്നവരെ അങ്ങനെ തകർന്നു തരിപ്പണമായി കിടക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഈ ശ്രവണം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പാൻ മസാല ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരെ, മുതിർന്നവരെ ഞാൻ പറയട്ടെ, പാൻ മസാലയിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകം കുപ്പിച്ചില്ലിന്റെ പൊടിയും തെങ്ങിന്റെ ആരും അങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ കലർത്തി ഉണ്ടാക്കിയ ഈ പുകയില ഉൽപ്പന്നം ഇത് ചിരിക്കുള്ളിലേക്ക് വെച്ച് കഴിയുമ്പോ ചിരിയുടെ അടിഭാഗത്തൂടെ ദ്വാരമുണ്ടായി അതിൽ വലിയ രോഗം വന്ന് അനേക വ്യക്തി ജീവിതങ്ങളിൽ ക്യാൻസറിന് വഴി തുറക്കുകയാണ്. മറ്റൊന്ന് പുകവലി. പുകവലിയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന ദ്രാവകം മനുഷ്യനെ അർബുദമെന്ന രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ സ്വന്തം ശരീരം ഇങ്ങനെ നശിച്ചു പോയാൽ എന്ത് ഫലമാണ്? നമ്മൾ തന്നെയാണ് രോഗം വലിച്ചു വെക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ പറഞ്ഞു, മനുഷ്യൻ തന്നെത്താനെ മനുഷ്യനെ നശിപ്പിക്കുകയാണ്. കാരണം ഈ പുകയില ഉൽപ്പന്നങ്ങളും പുകവലിയിലും ലഹരി പദാർത്ഥത്തിലുമൊക്കെ വന്ന് നശിച്ചു പോവുകയാണ്. മറ്റൊന്ന് മദ്യമാണ്. മദ്യപാനത്തിലൂടെ അനേക കുടുംബങ്ങൾ നശിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഈ സാമ്പത്തികം മുഴുവനും സ്വന്തം കുടുംബത്തെ നോക്കാതെ മദ്യഷാപ്പിലും വെറിക്കൂത്തിലും കളഞ്ഞ് കുടുംബം തകർന്നു തരിപ്പണമായി മാറിപ്പോകുമ്പോ ആരും സഹായമില്ലാതെ കടബാധ്യതയായി ലാസ്റ്റിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുകയാണ്. മറ്റൊന്ന് അവിടുത്തെ ഇവിടുത്തെയും വർത്തമാനങ്ങൾ കേട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ തകർന്ന തരിപ്പണമായി ജീവിതം മാറുകയാണ്. ഞാൻ പറയാം, യേശു ക്രിസ്തു വന്നത് സമൃദ്ധിയും ജീവനും ഉണ്ടാക്കുവാൻ. പ്രിയപ്പെട്ടവരെ,
ലാസറും ധനവാനും എന്ന രണ്ട് വ്യക്തികൾ ബൈബിളിൽ ഉണ്ട്. ലാസർ എന്ന് പറയുന്ന പാവപ്പെട്ടവൻ, ധനവാൻ എന്ന് പറയുന്ന മുതിർന്നയാൾ. ആ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ കഷണം കഴിച്ച് ജീവിച്ച ആളായിരുന്നു ലാസർ. ലാസറിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ലാസറിന്റെ ശരീരത്തിൽ കാലിലൊരു വ്രണമുണ്ടായിരുന്നു. ആ വ്രണം അന്നത്തെ കാലഘട്ടത്തിൽ നേഴ്സുമാരില്ല, തെരുവ് നായ്ക്കളാ തക്കി നോക്കുന്നത്. ആ തെരുവ് നായ്ക്കൾ ലാസറിന്റെ വ്രണം ക്ലീൻ ചെയ്തു. അപ്പോൾ ഈ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ കഷണം കഴിച്ചുകൊണ്ടിരുന്ന ഈ ലാസർ ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചു. അദ്ദേഹം ഈ ഭൂമിയിലായിരുന്നു. ഒരു ദിവസം രണ്ടുപേരും മരിച്ചു. ന്യായവിധി ദിവസത്തിൽ ദൈവത്തിന്റെ ഭക്തൻ ചെന്നു. അപ്പൊ ലാസറിനോട് ചോദിച്ചു, നീ ഭൂമിയിലായിരുന്നപ്പോൾ എന്ത് ചെയ്തു? അത് ഈ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന എച്ചിൽ കഷണം കഴിച്ച് ഞാൻ ജീവിക്കുമായിരുന്നു. അപ്പൊ ധനവാനോട് ചോദിച്ചു, താങ്കൾ ഭൂമിയിലായിരുന്നപ്പോൾ എന്ത് ചെയ്തു? അത് ഞാൻ ആഡംബരത്തോടെ ജീവിച്ചു. അപ്പൊ ആഡംബരത്തോടെ ഭൂമിയിലായിരുന്നപ്പോൾ ജീവിച്ച വ്യക്തി എവിടെ പോയെന്ന് നിങ്ങൾ കേൾക്കണം. ആഡംബരത്തോട് ജീവിച്ച വ്യക്തി നരകത്തിലും, ഭൂമിയിൽ അരാജയപ്പെട്ട് ജീവിച്ച വ്യക്തി സ്വർഗത്തിലേക്കും പോകുവാനിടവന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ തെരുവുകളിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികം ലഭിച്ചിട്ടാണ്. അല്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ഇങ്ങനെ തെരുവുകളിൽ പ്രസംഗിക്കുമ്പോ നിങ്ങൾക്ക് കുറെ സാമ്പത്തികം ലഭിക്കും, അങ്ങനെ ഇറങ്ങിയതുമല്ല. ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥത്തിനൊക്കെ അടിമയായി സ്വസ്ഥതയുമില്ല, സമാധാനവുമില്ല. 3-4 തവണ ആത്മഹത്യക്ക് ശ്രമിച്ച പ്രിയപ്പെട്ടവരാണ് ഈ തെരുവുകളിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. അത് എന്തിനാ എന്ന് പറഞ്ഞാൽ ലോകത്ത് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഉയർത്തി പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ അനേക മഹാന്മാർ ഉഴുതുമരിച്ച മണ്ണല്ലേ? അനേക മഹർഷിമാർ പാദം ചവിട്ടിയ മണ്ണല്ലേ? ഇവിടെ സമാധാനമില്ല. ഒരു മഹാൻ കേരളത്തിന്റെ മണ്ണിൽ കാലുയർത്തിയിട്ട് പറഞ്ഞു, കേരളം ഭ്രാന്താലയമല്ല. അതിനെ മാറ്റിയെടുക്കുന്ന ഒരു സന്ദേശമാണ് യേശു ക്രിസ്തുവിന്റെ. അതുകൊണ്ടാണ് ഒന്നുമില്ലാത്ത സക്കായിയുടെ വീട്ടിൽ യേശു പാർത്തത്. അവിടിവിടങ്ങളായി മാറി നിന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. ധനവാന്റെ ലാസറിന്റെ കഥ ഞാൻ സൂചിപ്പിച്ചു. ആ ലാസറിനെ പോലെ ജീവിച്ചാൽ കർത്താവിനോട് കൂടി ഇരിക്കാൻ പറ്റും. മറിച്ച് ധനവാനെ പോലെ ജീവിച്ചാൽ കെടാത്ത തീയും ചാകാത്ത ഭൂമിയിലേക്കും പോകും. യേശു ക്രിസ്തുവിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വ്യത്യാസമില്ല. എല്ലാവരെയും ഒരു കുട കീഴിൽ കയറ്റി. അതാണ് ഞങ്ങൾ പറയുന്ന യേശു ക്രിസ്തുവിന്റെ സന്ദേശം. നിങ്ങൾ മനസ്സിലാക്കണം, സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ. ആ യേശു ക്രിസ്തുവിൽ
നിങ്ങൾ ജീവിക്കണം. ഇവിടെ ഒന്നൊഴികെ 39 അടികൾ എന്റെ യേശു കാൽവരിയിൽ എന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. ഇവിടെ പാവപ്പെട്ടവന് വേണ്ടി മാത്രമല്ല, പണക്കാരന് വേണ്ടി മാത്രമല്ല, തെരുവഴി പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, സകല ജനത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചത്. ഇത് നിങ്ങൾ അറിയണം. ഈ ചോര തുടിക്കുന്ന സമയം ഞങ്ങൾ ഈ പ്രദേശത്ത് വന്ന് ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിന്റെ കാരണം നമ്മുടെ രാജ്യം, നമ്മുടെ പട്ടണം അനുഗ്രഹിക്കപ്പെടും. പാപത്തിലാണ്ടുപോയവരെ വീണ്ടെടുക്കുവാനാണ് യേശു വന്നത്. അത് സക്കായിയുടെ വീട്ടിൽ യേശു വന്ന് അവരുടെ സ്ഥിതിയെ മാറ്റിയതുപോലെ ഈ ശ്രമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിന്റെ സ്നേഹം നിങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങൾ തുടർന്ന് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുവാൻ പറ്റുന്നില്ല, കടബാധ്യതയാണ്, ആത്മഹത്യയുടെ വക്കിലാണ്, തകർന്ന തരിപ്പുറമായിരിക്കുകയാണ്. സാരമില്ല, നേരിട്ടോ നിങ്ങളുടെ വീടുകളിലോ വന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ക്ഷണിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ സ്ഥിതികളെ ദൈവം. അതുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു.